സങ്കടകരമായ ഒരു കാര്യമായിരുന്നു. കാരണം ഇന്ന് കേരള ഹർത്താൽ എന്ന പേരിലൊക്കെ ഒരു ഹർത്താൽ നമ്മൾ നീതിയുടെ അല്ലെങ്കിൽ അവകാശങ്ങൾക്ക് വേണ്ടി നടത്തുന്നു ഒരു ഭാഗത്ത്, മറുഭാഗത്ത് ഇതിന്റെ നിയമ നടപടികൾ നടക്കുന്നു. ഇപ്പോൾ നിതിൻ രാജിന്റെ പിതാവ് നമുക്കൊപ്പം ചേരുകയാണ്. ഏറെ ദുഃഖകരമായിട്ടുള്ള ഒരു 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 സംഭവമാണ് ഇതുമായി ബന്ധപ്പെട്ടുണ്ടായെന്ന് മലയാളികൾക്ക് ഓരോരുത്തർക്കും അറിയാം. പക്ഷേ ഈ നമ്മൾ ഈ വലിയ സങ്കടമുണ്ട്. എനിക്കറിയാം ഇപ്പോഴും സംസാരിക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ട്. അപ്പോഴും നമ്മൾ ഈ ഒരു ഭാഗത്ത് നമ്മൾ നിയമ പോരാട്ടം നടത്തുകയാണ്. അതെ, മോൻ്റെ നീതിക്കായാണ് ഇന്ന് നടത്തുന്ന ഹർത്താൽ. വളരെ നല്ലതാണ്. പക്ഷേ ഇന്നും കേരള പോലീസും മറ്റുള്ള എല്ലാവരും ഇരുട്ടിൽ തപ്പുന്നതായിട്ടാണ് കാണുന്നത്. കാരണം അവർ പറയുന്നു ആന്ധ്രയിലും കർണാടകയിലും ബാംഗ്ലൂരും ഒക്കെ പോലീസിനെ വിന്യസിച്ചിരിക്കുന്നു. ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച തന്നെ അന്വേഷണ കമ്മീഷൻ്റെ മുമ്പാകെ ACP ഹരിപ്രസാദിൻ്റെ മുമ്പാകെ ഹാജരായപ്പോൾ അദ്ദേഹം പറഞ്ഞതെന്ന് പറഞ്ഞാൽ എല്ലായിടത്തും വിന്യസിച്ചിരിക്കുന്നു, എല്ലായിടത്തും ആളുണ്ട്. ഇത്രയും ദിവസമായിട്ട് പിടിക്കാൻ കഴിഞ്ഞില്ലല്ലോ. കണ്ണൂരിൽ പള്ളിക്കുന്നിൽ തന്നെ അങ്ങേര് കാണും, അത് നമുക്ക് പൂർണ്ണ ഉറപ്പാണ്. കാരണം ആരെ പിടിക്കാൻ? ഇന്ന് കേരളത്തിൽ ഓരോ സംഭവം ഉണ്ടാകും അപ്പോൾ പിടിക്കണേണ്. പക്ഷേ ഈ നമ്മൾ അച്ഛനോട്ടൊക്കെ നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. ഈ പോലീസിൽ വീഴ്ചയാണോ പറയുന്നത്, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അവർ അന്വേഷിക്കുന്നില്ല, കൃത്യമായി അന്വേഷിക്കുന്നില്ല എന്നുള്ളതാണോ അച്ഛൻ്റെ ഈ കുടുംബത്തിന്റെ പരാതി? അതെ, ഞങ്ങളുടെ വാദം ആരും കേൾക്കാറില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഞങ്ങളവിടെ CCTV വിഷ്വൽസ് ഹാജരാക്കാൻ ആവശ്യപ്പെട്ടു. ഒരു ചെറിയ ഫോണിൽ CCTV വിഷ്വൽസിൽ പിന്നെ പ്രിൻസിപ്പലിൻ്റെ റൂമിൽ കുറച്ച് വിഷ്വൽസ് അല്ലാതെ വേറെ ഒന്നും ഹാജരാക്കിയില്ല. ഞങ്ങൾ ചോദിച്ചപ്പോൾ അവർ പറയുന്നു അത് വേറൊരു പോലീസിൻ്റെ ഉദ്യോഗസ്ഥൻ്റെ കയ്യിലാണ്, അത് ഞങ്ങളുടെ ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ സംസാരിക്കുന്ന ആ ഒരു പദമാണ് നിങ്ങളെല്ലാം അറിഞ്ഞിരിക്കണം. അത് ഞങ്ങളുടെ കയ്യിലില്ല, വേറൊരു ഉദ്യോഗസ്ഥൻ്റെ. അത് എന്ത് ന്യായമാണ്? അവരെല്ലാം കളക്ട് ചെയ്തിട്ടല്ലേ അന്വേഷിക്കാൻ ഇറങ്ങി. ഞങ്ങൾ ഇന്നുവരെ അതൊന്നും കാണിച്ചിട്ടില്ല. സ്റ്റാഫ് റൂമിൽ എന്ത് നടന്നു, വെളിയിൽ എന്ത് നടന്നു, ഒരുപാട് വിഷ്വൽസ് ഉണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ ഒരൊറ്റ കാര്യം പോലും ഹാജരാക്കാതെ ഞങ്ങളെ കാണിക്കാതെയാണ് അവർ കോടതിയിലേക്ക് പേപ്പറുകൾ അയച്ചത്. ഈ കഴിഞ്ഞ ദിവസമാണ് മറ്റൊരു അധ്യാപികയ്ക്ക് ജാമ്യം കിട്ടുന്നത്. അതെ, അതും അതിനെതിരെ മാർച്ച് 13, 14 എൻ്റെ മകളുടെ ഫോണിലേക്ക് ഇവരാണ് എന്നെ ടോർച്ചർ ചെയ്യുകയും ഇവരാണ് നിരന്തരം പീഡിപ്പിക്കുകയും ചെയ്യുന്നതെന്ന് പറഞ്ഞാണ് മോളുടെ ഫോണിലേക്ക് ആ ഫോട്ടോകൾ റാമിൻ്റെയും സംഗീതയുടെയും കൈമാറിയത്. അതിൻ്റെ ഓഡിയോ ക്ലിപ്പും എല്ലാ അന്വേഷണ ഉദ്യോഗസ്ഥർക്കും മാധ്യമങ്ങൾക്കൊക്കെ കൊടുത്തതാണ്. എന്നിട്ടും അവർക്ക് ജാമ്യം കൊടുത്തു. അപ്പോൾ എന്ന് പറഞ്ഞാൽ വീഴ്ച തന്നെയാണ്, ഈ അന്വേഷണത്തിലെ വീഴ്ച തന്നെയാണത്.